ഇനി എന്നെപ്പോലെയുള്ള യുക്തിവാദികൾക്ക് ചരിത്രത്തെ സമീപിക്കാൻ അറിയില്ല എന്നും നമ്മൾ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ അതൊക്കെ പെറുക്കിക്കൊണ്ടുവന്നിട്ട് മതത്തെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എന്നും ചരിത്രത്തെ അങ്ങനെ അല്ല നോക്കിക്കാണേണ്ടത് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം. അതിൻ്റെ കൂടെ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അത് ലോജിക്കലായിട്ട് ആ പറയുന്നത് ശരിയാണ് എന്ന് കേൾക്കുന്ന മാത്രയിൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നും. പക്ഷേ ചരിത്രത്തെ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രത്തെയും ഖുർആൻ്റെ ചരിത്രത്തെയും ഒക്കെ വസ്തുനിഷ്ഠമായിട്ട് യാഥാർത്ഥ്യബോധത്തോടെയും പരിശോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറയുന്ന ഈ ന്യായവും അപ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. എന്താണ് സംഭവം? ഖുർആനിലെ 6-ാമത്തെ അധ്യായം അൻആമിലെ 93-ാമത്തെ വാക്യത്തിലാണ് ഈ അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹിനെ അധിക്ഷേപിച്ചുകൊണ്ട് അയാളുടെ മരണം പ്രവചിച്ചുകൊണ്ട് അയാൾക്ക് നരകം പ്രവചിച്ചുകൊണ്ടൊക്കെ ആയത്തിറങ്ങുന്നത്. ആ ആയത്ത് ഞാൻ വായിക്കാം. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരുന്നതിൻ്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ്. ഇതാണ് ആ ആയത്തിലുള്ളത്. ഈ ആയത്ത് ഇറങ്ങിയത് അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് മുർത്തദ്ദായി മക്കയിൽ പോയി മുഹമ്മദിൻ്റെ ഉഡായിപ്പുകൾ തുറന്നു കാണിച്ചുകൊണ്ട് മുഹമ്മദിനെതിരായി അവിടെ പ്രചാരണം തുടങ്ങിയ സന്ദർഭത്തിലാണ് എന്നും ആ സമയത്ത് ഇയാളെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നുമാണ് ഇതിൻ്റെ ചരിത്ര വിവരണത്തിൽ നിന്നും ഇതിൻ്റെ സബബുൻ നുസൂല് വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഈ വാക്യത്തിൻ്റെ അവതരണ സന്ദർഭമായിട്ട് വിവരിച്ചിട്ടുള്ള കാര്യം അത് ഞാൻ പറഞ്ഞതല്ല, ഇദ്ദേഹം പറയുന്നത് പോലെ ഖുർത്തുബിയുടെ തഫ്സീറിൽ ഉള്ളതല്ല. ഖുർത്തുബിയുടെ തഫ്സീറിൽ ഉണ്ടായിരിക്കാം. ഞാൻ വായിച്ചത് ഖുർത്തുബിയിൽ നിന്നല്ല, ഞാൻ വായിച്ചത് അസ്ബാബുൻ നുസൂൽ എന്ന വാഹിദിയുടെ തഫ്സീറിൽ നിന്നാണ്. അതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ സനദിൻ്റെ പരമ്പരയൊക്കെ കണ്ണിമുറിയാതെ കൊടുത്തുകൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ്. The later said, I will reveal the like of that which Allah has revealed, and renounced Islam. When the messenger of Allah entered Mecca, this man fled to Usman ibn Affan, who was his milk brother. Usman hid him until the people of Mecca felt safe. He then took him to the messenger of Allah and secured an amnesty for him. ഇതിൻ്റെ സനദും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സുറബിൽ ഇബ്നു സഅദ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അയാൾ പറഞ്ഞതായിട്ട് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞതായിട്ട്, യൂനുസ് ഇബ്നു ബുഹൈർ പറഞ്ഞതായിട്ട്, അഹ്മദ് ബിൻ അബ്ദുൽ ജബ്ബാർ പറഞ്ഞതായിട്ട്, മുഹമ്മദ് ബിൻ യാക്കൂബുൽ ഉമവി പറഞ്ഞതായിട്ട്, അൽ കൽബി പറഞ്ഞതായിട്ട്, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട്, ഇങ്ങനെ ഇത്രയും ആളുകളുടെ കണ്ണിമുറിയാത്ത സനദ് ചങ്ങല കൊടുത്തുകൊണ്ടാണ് ഈ ഹദീസ് വാഹിദി തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഖുർത്തുബി മാത്രം പറഞ്ഞതല്ല, കൃത്യമായ സനദുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വാഹിദി തഫ്സീറിൽ സബബുൻ നുസൂലായിട്ട് പറഞ്ഞതാണ്. ഇവിടെ പ്രശ്നം, ഇദ്ദേഹം ഉന്നയിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രമപ്രശ്നമാണ്. അദ്ദേഹം പറയുന്നത് ഈ അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് മുർത്തദ്ദാവാൻ കാരണമായി എന്ന് പറയുന്ന ആയത്തുള്ളത് സൂറത്തുൽ മുഅ്മിനൂനിലാണ്. ആ സൂറത്തുൽ മുഅ്മിനൂൻ അവതരിക്കുന്നതിന് മുമ്പാണ് ഈ അൻആം എന്നുള്ള സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരായത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൻ്റെ പേരിൽ നടന്നതാണ്
ഈ ആയത്തിൻ്റെ പശ്ചാത്തല സംഭവമെങ്കിൽ അതെങ്ങനെയാണ് സൂറത്തുൽ മുഅ്മിനൂൻ അവതരിക്കുന്നതിന് മുമ്പ് അവതരിച്ച അൻആം സൂറത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം എന്നോടോ അല്ലെങ്കിൽ യുക്തിവാദികളോടോ ചോദിക്കേണ്ട ചോദ്യമല്ല. മറിച്ച് ഈ രണ്ട് ആയത്തുകളുടെയും ചോട്ടിൽ സബബുൻ നുസൂലായിട്ട് ഈ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഹദീസ് സനദിൻ്റെ ചങ്ങലയിൽ കിടക്കുന്ന ആളുകളോടും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീറുകൾ എഴുതിയിട്ടുള്ള ആളുകളോടും ഒക്കെയാണ് ചോദിക്കേണ്ടത്. പക്ഷേ ആ ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും അതിൻ്റെ ക്രോഡീകരണത്തിൻ്റെയും അതിൻ്റെ അധ്യായ രൂപീകരണത്തിൻ്റെയും ഒക്കെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ രണ്ട് സൂറത്തുകൾ രണ്ട് സമയങ്ങളിലായിട്ട് അവതരിച്ചു എന്ന് പറയുന്ന വാദം തന്നെ ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും ചരിത്രവുമായിട്ട് പൊരുത്തപ്പെടുന്ന വാദമല്ല. കാരണം ഖുർആനിലെ അധ്യായങ്ങൾ മുഴുവനായിട്ടും ഒരു പ്രത്യേക പീരിയഡിൽ ഒരുമിച്ച് അവതരിച്ചതാണ് എന്ന വാദം തന്നെ തെറ്റാണ്. ഒരു അധ്യായത്തിലുള്ള വാക്യങ്ങളെല്ലാം ഒരു പ്രത്യേക സമയത്ത് ഒരുമിച്ച് വന്നതാണ് എന്ന ധാരണയും തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് ആദ്യം ഇറങ്ങിയ സൂറത്ത് പിന്നെ ഇറങ്ങിയ സൂറത്ത് എന്നുള്ള ഒരു ക്രമമൊക്കെ ഒരു ക്രോണോളജിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? അത് ഓരോ സൂറത്തിലെയും ചില പ്രത്യേക ഭാഗങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്രമം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരിക്കലും ഈ ഖുർആനിലെ അധ്യായങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ അവതരിച്ചു എന്ന് നമുക്ക് പറയാനേ കഴിയില്ല. കാരണം ഒരു അധ്യായത്തിൽ തന്നെ മക്കയിൽ ആദ്യം അവതരിച്ചതും മക്കയിൽ ഒടുക്കം അവതരിച്ചതും മദീനയിൽ ആദ്യം അവതരിച്ചതും മദീനയിൽ അവസാനം അവതരിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള, അതായത് 23 വർഷക്കാലത്ത് പലപ്പോഴായി വന്നിട്ടുള്ള വെളിപാടുകളെ ഒരുമിച്ചാണ് പല വലിയ അധ്യായങ്ങളിലും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇപ്പം മക്കയിൽ ഇറങ്ങിയ സൂറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന ആ സൂറത്തുകളിൽ തന്നെ എത്രയോ തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മദീനയിൽ അവതരിച്ച വാക്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മക്കയിൽ തന്നെ ഒരു പ്രത്യേക കാലത്തല്ല ഒരു സൂറത്തിലെ മുഴുവൻ ആയത്തുകളും വന്നിട്ടുള്ളത്. മക്കയിലും മദീനയിലും വന്നിട്ടുള്ള പല ആയത്തുകളും പല സൂറത്തുകളിലും കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ ആദ്യം അവതരിച്ച സൂറത്ത് പിന്നെ അവതരിച്ച സൂറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് സൂറത്തുകളിലും വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പരാമർശത്തിൻ്റെ കാലഘട്ടത്തെ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കുക സാധ്യമേ അല്ല. അതുകൊണ്ട് ഈ പറയുന്ന യുക്തി ഖുർആൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കൾ അതൊന്നും പരിഗണിക്കാതെ തന്നെ അവർക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഹദീസുകൾ വെച്ചുകൊണ്ട് ഓരോ ആയത്തും ഇറങ്ങിയ സന്ദർഭം വിവരിച്ചിട്ടുള്ളത്. മദീനയിൽ കുറേ കാലം കഴിഞ്ഞിട്ട് അവതരിച്ച പല വാക്യങ്ങളും മദീനയിൽ അവതരിച്ചതാണ് എന്ന സബബുൻ നുസൂലോട് കൂടി തന്നെ മക്കയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ പല അധ്യായങ്ങളിലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രമം ഖുർആനിലില്ല. ക്രമം എന്ന് പറയുന്നത് നമ്മൾ സൗകര്യത്തിന് വേണ്ടി കുറേ ആളുകൾ ചില വാക്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയൊരു ക്രമമാണ് മദനി എന്ന് പറയുന്നതും മക്കയിൽ തന്നെ ആദ്യം ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയത് എന്ന് പറയുന്നതും. അങ്ങനെ ഒരു ക്രമമൊന്നും ചരിത്രപരമായിട്ട് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ വാദം നിലനിൽക്കുന്നതല്ല. ഈ അബീ സർഹിനെ കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് അൻആമിലെ 93-ാം വാക്യത്തിൽ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണെന്നും അദ്ദേഹം എങ്ങനെയാണ് മുർത്തദായത് എന്നും ഒക്കെ പറയുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്നാണ് അതിൻ്റെ തഫ്സീറിൽ പറയുന്നത്. അവിടെ തന്നെ വൈരുദ്ധ്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള സബബുൻ നുസൂലുണ്ട് ഒരേ ഗ്രന്ഥത്തിൽ. ഇപ്പോൾ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന വാഹിദിയുടെ തഫ്സീറിൽ തന്നെ 23:14 അവതരണ പശ്ചാത്തലം വിവരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന ആ വാക്യം ഉമ്മർ പറഞ്ഞിട്ട് ഇറങ്ങിയതാണെന്നാണ്. എവിടെ പറയുന്നത്? ആ വാക്യം അബ്ദുല്ലാഹിബ്നു സയ്യിദ് ഇബ്നു അബീ സർഹ് പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞിട്ട് എഴുതി ചേർത്തതാണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസുകൾ ഉദ്ധരിച്ച അതേ അസ്ബാബുൻ നുസൂൽ എന്ന തഫ്സീറിലാണ് ഈ ആയത്തിൻ്റെ ചോട്ടിൽ ഈ വാക്യം ഉമ്മർ പറഞ്ഞതാണ് എന്ന് ഉമ്മർ അവകാശപ്പെടുന്നതായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ അത് പരസ്പര വിരുദ്ധമാണ്. ഇതിലേതാ നമ്മൾ എടുക്കുക?
അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ ചരിത്രം, ഖുർആനിൻ്റെ ചരിത്രം, ഖുർആനിൻ്റെ ഒരു ആയത്തിറങ്ങിയ പശ്ചാത്തലം പറയുന്ന ചരിത്രം ഒക്കെ ഇസ്ലാമിസ്റ്റുകൾ തന്നെ, ഇസ്ലാമിൻ്റെ പണ്ഡിതർ സമൂഹം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ചരിത്രമൊക്കെ വായിച്ചിട്ട് നമുക്ക് ഖുർആൻ എങ്ങനെ പഠിക്കാൻ പറ്റുക? ഇസ്ലാമിൻ്റെ ചരിത്രം എങ്ങനെ പഠിക്കാൻ പറ്റുക? പറ്റില്ല. ആ വൈരുദ്ധ്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ചരിത്രത്തിലുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഖുർആനിൻ്റെ ചരിത്രത്തിലുണ്ട്. എല്ലായിടത്തും ഈ വൈരുദ്ധ്യങ്ങൾ കാണാം. ഇവിടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശദീകരിച്ച അൽ മുഅ്മിനൂനിലെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിലാണ് ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹു സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും മുന്തിയ സൃഷ്ടാവാണ് എന്ന് പറയുന്ന ഈ വാക്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ വാക്യം ഖുർആനിൽ ആദ്യം മുഹമ്മദിൻ്റെ വെളിപാട് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയിട്ടില്ല. അതുവരെ ആ വാക്യം പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഈ വാക്യം പിന്നെ അത് എഴുതിയെടുക്കാൻ ഗുമസ്തനായി മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു അബീ സർഹ് അയാൾ വിളിച്ചു പറഞ്ഞതാണ്. അയാളത് വിളിച്ചു പറഞ്ഞപ്പോൾ മുഹമ്മദ് അങ്ങനെ തന്നെയാണ് എനിക്കും വന്നത്, ഇജ്ജ് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ടത് എഴുതിച്ചു എന്നാണ്. അപ്പോൾ ഇയാൾക്ക് സംശയം തോന്നി, ഇതെന്താ ഞാൻ പറയുന്നതൊക്കെ അള്ളാൻ്റെ ആയത്തെന്ന് പറഞ്ഞിട്ട് എഴുതിക്കുന്നത്, ഇത് ഉടായിപ്പാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അബീ സർഹ് മുർത്തദ്ദായി മക്കത്തേക്ക് തിരിച്ചു പോയത് എന്നാണ് കഥ. ഈ ആയത്തിറങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഒരു വിവരണം. ഇനി ഈ ആയത്തിൽ മാത്രമല്ല, മറ്റു പല ആയത്തിലും അബീ സർഹ് ഓരോന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാവും എന്ന് അതിലൊന്നും കുഴപ്പമില്ല എന്ന് മുഹമ്മദ് പറഞ്ഞു എന്നും അപ്പോൾ ഇയാൾക്ക് സംശയം ജനിച്ചു എന്നും അങ്ങനെ അയാൾ പോയി എന്ന് പറയുന്ന വിവരണം വേറെ ഉണ്ട്. ഈ ആയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയുന്ന വിവരണങ്ങളും ഉണ്ട്. അതേ വിവരണങ്ങൾ എഴുതിയ ഖുർആൻ തഫ്സീറിൽ തന്നെയാണ് ഈ ആയത്തിലെ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന വാക്യം ഞാനാണ് പറഞ്ഞത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉമ്മർ രംഗത്ത് വന്നതും ഇതിനകത്ത് തന്നെയാണ്. ഇതാ ഈ 23:14 സബബുൻ നുസൂലായിട്ട് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഉമ്മർ അവകാശപ്പെടുന്നതാണ് പറയുന്നത്. ഈ ആയത്ത് മാത്രമല്ല, ഉമ്മർ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയ ആയത്തുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആയത്തുകളുടെ ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആര് പറഞ്ഞതാണ്? ഒന്നുകിൽ ഉമ്മർ പറഞ്ഞത്, അല്ലെങ്കിൽ അബീ സർഹ് പറഞ്ഞത്. എന്തായാലും അള്ള പറഞ്ഞതല്ല എന്നുള്ളത് ഉറപ്പല്ലേ? അള്ള പറഞ്ഞിട്ടില്ല, ഉമ്മർ പറഞ്ഞിട്ടാണ് ഇത് എഴുതിയെടുത്തത്, അല്ലെങ്കിൽ അബീ സർഹ് പറഞ്ഞിട്ടാണ് എഴുതിയെടുത്തത് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ അള്ള പ്രപഞ്ചം ഉണ്ടാക്കും മുമ്പ് എഴുതി വെച്ച സാധനം എങ്ങനെ ഉമ്മറിന് കിട്ടിയത്? എങ്ങനെ അബീ സർഹിന് കിട്ടിയത് ആദ്യം? അപ്പോൾ അതിൻ്റെ ക്രമം എങ്ങനെയാണ് വരുന്നത്? അള്ള പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ അള്ളാൻ്റെ കിതാബിലെ വാക്യങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ അവിടെ ഒരു തിരുമറി നടക്കണമല്ലോ. അപ്പോൾ ഈ ജിബ്രീലിൻ്റെ കയ്യിൽ നിന്ന് ഇവർ ചോർത്തിയോ ഇത്? ഇതൊക്കെ ഇതിനകത്ത് വരുന്ന വൈരുദ്ധ്യങ്ങളാണ്. ആ വൈരുദ്ധ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മുർത്തദായി പോയ അബീ സർഹിനെയാണ് ഉസ്മാൻ സംരക്ഷിച്ചത്. ഇത് മുനാഫിക്കായിട്ട് കൂടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് അവസാനം അവനെ കൂടെ കൂട്ടി. ആ മുനാഫിക്കിനെയാണ് ഉസ്മാൻ തൻ്റെ ഭരണകാലത്ത് ഈജിപ്തിലെ ഗവർണറാക്കുന്നത്. ഒരു എക്സ് മുസ്ലിമിനെ ഗവർണറാക്കാൻ മാത്രമുള്ള ഈമാനെ ഉസ്മാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഫിത്ന എന്ന വിഷയാവതരണത്തിൽ ഞാനവിടെ തമാശ രൂപത്തിൽ പറഞ്ഞത്. അതിനെയാണ് ഇദ്ദേഹം ഈ ക്രമം പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത്. ഇനി ക്രമം പറഞ്ഞിട്ട് ഇത് നിഷേധിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ക്രമം ഇതാണ് എന്ന് അറിയാത്തവരാണോ ഇത് എഴുതി വെച്ചത്? ഈ സബബുൻ നുസൂൽ എഴുതി വെച്ചത് വാഹിദിക്ക് അറിയില്ലേ? വാഹിദി ഉദ്ധരിച്ച ഹദീസിൽ ഇപ്പോൾ ഞാൻ ഈ വായിച്ച പേരുകൾ, ഈ ചങ്ങലായിട്ട് കൊടുത്തുള്ള പേരുകൾ, സനദായിട്ട് കൊടുത്തുള്ള പേരുകളുണ്ടല്ലോ, അവർക്കൊന്നും അറിയില്ലായിരുന്നോ ഈ ആയത്തിറങ്ങിയപ്പോൾ മറ്റേ ആയത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത്? അപ്പോൾ ആ ആയത്തിറങ്ങിയിട്ടാവും ഈ ആയത്തിറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ആ ആയത്തും ഈ ആയത്തും ഉൾപ്പെട്ടു പോയ സൂറത്തുകളുടെ ക്രമം മാറിപ്പോയി. അത് എവിടെ മാറി? ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ മാറിപ്പോയതാണ്. ഖുർആനിലെ അധ്യായങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മാറിപ്പോയതാണ്. ഇതൊന്നും അള്ള ക്രമീകരിച്ചു കൊടുത്തിട്ടില്ല. അള്ള ക്രോണോളജി അനുസരിച്ചല്ല ക്രമീകരിച്ച്. ക്രോണോളജി അനുസരിച്ച് ഖുർആൻ ക്രമീകരിച്ച അലിയുടെ കിതാബ് അവിടെ ഉണ്ടായിരുന്നു. അത് ഉസ്മാൻ കത്തിച്ചളയാ ചെയ്ത്. അലി തയ്യാറാക്കിയ ഖുർആൻ ക്രോണോളജിക്കലായിട്ടുള്ള ഖുർആൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അധ്യായങ്ങളും വാക്യങ്ങളൊക്കെ ആ ക്രമത്തിൽ ക്രോഡീകരിച്ചിട്ടാണ് അലി തയ്യാറാക്കിയിരുന്നതെന്നാണ്. കാരണം അലിക്ക് ഇതൊക്കെ ഇറങ്ങിയ ക്രമത്തെക്കുറിച്ച് കുറച്ചുകൂടെ ധാരണ ഉണ്ടായിരുന്നു. അലി ഇത് തുടക്കം മുതലേ കൂടെയുള്ള ആളാണ്. ആ അലി ക്രമീകരിച്ച ഖുർആൻ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഉസ്മാൻ ഈ കോലംകെട്ട ഖുർആൻ ഉണ്ടാക്കിയത് എന്നാണ് ചരിത്രം. അപ്പോൾ ആ ക്രമം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റിയതാണ്? ഖുർആൻ്റെ ക്രോഡീകരണത്തിൽ വന്ന പാകപ്പിഴ കൊണ്ട് ക്രമം തെറ്റിയതായിരിക്കാം ഈ സബബുൻ നുസൂൽ സത്യമാണെങ്കിൽ. അതല്ലെങ്കിൽ സബബുൻ നുസൂൽ എഴുതി വെച്ചവരൊക്കെ പൊട്ടന്മാരാണെന്ന് അർത്ഥം. അല്ലാതെ നമ്മളെ പൊട്ടനാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അന്നാമ് സൂറത്ത് ഇറങ്ങുമ്പോൾ
മൂമിനൂൻ സൂറത്ത് ഇറങ്ങിയിട്ടില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആ കാരണം കൊണ്ടല്ല അബീ സർഹ് മുർത്തദായത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ആയത്തുകളൊക്കെ എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് ഇതിൽ നിന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സബബുൻ നുസൂൽ എഴുതി വെച്ചവർ തന്നെ പല കാലത്തായി പല സംഭവങ്ങളായി പറഞ്ഞുകൊണ്ട് ഒരേ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ പരസ്പര വിരുദ്ധമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആയത്തിറങ്ങലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്ലാമിൻ്റെ ചരിത്രം മൊത്തത്തിൽ ഇങ്ങനെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ വിഭാഗക്കാരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഹദീസുകൾ പെറുക്കിയെടുത്തിട്ട് വ്യാഖ്യാനങ്ങൾ എഴുതുകയാണ് ചെയ്തത്. ഹദീസുകളിലും ഉണ്ട് വൈരുദ്ധ്യം. ഒരിടത്ത് പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞ ഹദീസല്ല മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരേ സംഭവത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല സംഭവങ്ങളായിട്ട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതും ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിരവധി കാണാം. ഖുർആനിൽ ഇറങ്ങിയ ഒരു ആയത്ത് പെറുക്കിയെടുത്തിട്ട് ആ ആയത്തിൻ്റെ പിന്നിലുള്ള സംഭവം ഇതാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് കാണാം. അതേ ആയത്തിൻ്റെ പിന്നിലുള്ള സംഭവം അതല്ല വേറെയാണ് എന്ന് പറയുന്ന ഹദീസ് കാണാം. എന്നിട്ട് ഖുർആൻ വ്യാഖ്യാനിക്കാൻ എടുത്തവർ അതിൽ ഏതാണ് അവർക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത് അതെടുത്തിട്ട് വ്യാഖ്യാനിക്കും. വേറൊരു കൂട്ടർ മറ്റേതെടുത്തിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ വൈരുദ്ധ്യം വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഖുർആനും ഇങ്ങനെയുള്ള ഒരു ചരിത്രവും വായിച്ചിട്ട് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ട നമ്മളെപ്പോലുള്ളവർ കൂടുതൽ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഏതാ തിരഞ്ഞെടുക്കുക? സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഷിയാക്കളുടെ വേർഷനിൽ നിന്നും സുന്നികളുടെ വേർഷനിൽ നിന്നും ചില ഹദീസ് എടുത്തിട്ടും ചില ഹദീസ് എടുക്കാതെയും ചില വ്യാഖ്യാനങ്ങൾ മാത്രം എടുത്തിട്ടും ചില വ്യാഖ്യാനങ്ങൾ എടുക്കാതെയും ഒക്കെ നമുക്ക് അനുയോജ്യമായ കാര്യങ്ങൾ നമ്മളും പറയുന്നത്. അങ്ങനെയേ പറ്റൂ. ഖുർആൻ്റെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇദ്ദേഹം നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്ധരിച്ച ഹദീസും ചരിത്രവും ഖുർആനും ആയത്തും ഒക്കെ അതേ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന കുറച്ച് ആയത്തുകൾ ചെറിയിപ്പിക്കുക, അതിന് പറ്റുന്ന ചില സംഭവങ്ങൾ ഹദീസുകളിൽ നിന്ന് ചെറിയിപ്പിക്കുക, എന്നിട്ട് അതിന് വിരുദ്ധമായി ഞാനവിടെ അതിനേക്കാളും ആധികാരികമായി തെളിയിച്ച് കാണിച്ച രേഖകളെയൊക്കെ അങ്ങ് മിണുങ്ങിക്കളയുക, അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് അവഗണിച്ച് കളയുക. എന്നിട്ട് ഇദ്ദേഹം പെറുക്കി കൊണ്ടുവന്ന സാധനമാണ് ആധികാരികം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് വിശ്വാസികൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ട് ഒരു അന്ധവിശ്വാസത്തെ ലോകാവസാനം വരെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇത് പൊള്ളയാണെന്നും അന്ധവിശ്വാസമാണെന്നും ഇതിൽ പറയുന്നതൊക്കെ വിരോധാഭാസങ്ങളാണ് എന്നും വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ ഇതേ പ്രമാണങ്ങളിൽ നിന്ന് എടുത്ത് നമ്മളും കാണിക്കും. നമ്മൾ ഒരു ഓറിയൻ്റലിസ്റ്റിനെയും ഉദ്ധരിക്കാറില്ല. ഒരു കാര്യത്തിലും നമ്മൾ ഓറിയൻ്റലിസ്റ്റുകളെയോ അല്ലെങ്കിൽ യുക്തിവാദികളെയോ അല്ലെങ്കിൽ മതവിമർശകരെയോ ഉദ്ധരിക്കാറില്ല. എപ്പോഴും ആധികാരികമായിട്ടുള്ള ഇസ്ലാമിൻ്റെ രേഖകൾ മാത്രമേ നമ്മൾ വിമർശനത്തിന് ഉദ്ധരിക്കാറുള്ളൂ. കാരണം അതിൽ പണ്ട് മുതലേ വളരെയധികം ബദ്ധശ്രദ്ധ കാണിക്കുന്ന ആളാണ് ഞാനൊക്കെ. കാരണം നമ്മൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഉദ്ധരിച്ചാൽ അവർ ആ സോഴ്സിൻ്റെ ആധികാരികത പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഹദീസിൻ്റെ ഒക്കെ നിദാനശാസ്ത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ഹദീസും എടുക്കാൻ പറ്റൂലോ എന്നുള്ള വാദവും കൊണ്ടൊക്കെ വരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ അടിയാണ്. ഇപ്പോൾ മുജാഹിദിൻ്റെ ഇപ്പോൾ നടന്ന സമ്മേളനത്തിൽ എല്ലാ ഹദീസും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുജാഹിദുകൾ തമ്മിൽ അടി കൂടുന്നതിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ ഹദീസുകളും സ്വീകാര്യമല്ല എന്ന് പറയേണ്ടി വന്നത്? ചില ഹദീസുകൾ വലിയ പാരയാണ്. ചില ഹദീസുകൾ നമ്മളൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറ തകരുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ അത് ഖുർആനെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ഹദീസിന് തന്നെ എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളാനുള്ള വകുപ്പുണ്ടാക്കുകയാണ് ഇപ്പോൾ വ്യാഖ്യാനിച്ചിട്ട്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഹദീസ് തള്ളുന്നു, വേറൊരു വിഭാഗം ഖുർആനെ തന്നെ തള്ളുന്നു, അല്ലെങ്കിൽ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളെ തള്ളുന്നു. എന്നിട്ട് പുതിയ പുതിയ അർത്ഥവും വ്യാഖ്യാനവും ഉണ്ടാക്കിയിട്ടൊക്കെ ഇതിൻ്റെ ആയുസ് നിലനിർത്താൻ ശ്രമിക്കുകയാണ്. കള്ളത്തരമാണ് ചെയ്യുന്നത്. ആ കള്ളത്തരം തന്നെയാണ് ഇദ്ദേഹവും അവിടെ മറുപടിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്കെതിരായിട്ടും പ്രയോഗിച്ചത്. ഈ ഓറിയൻ്റലിസ്റ്റുകളെ നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹം, ഞാൻ ഈ അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന തെളിവ് മുഴുവൻ ഓറിയൻ്റലിസ്റ്റുകളുടെയാണ്. അവിടെ ഇരട്ടത്താപ്പുണ്ട്. ഞാൻ ഉദ്ധരിച്ചത് നഹ്ജുൽ ബലാഗയാണ്. നഹ്ജുൽ ബലാഗ ഷിയാക്കളുടെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഉദ്ധരിച്ചത്. സുന്നികൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇദ്ദേഹം സുന്നികളുടെയും ഷിയാക്കളുടെയും ഒക്കെ മാറ്റി വെച്ചിട്ട് ഓറിയൻ്റലിസ്റ്റുകളുടെ സാക്ഷ്യപത്രമാണ് ഹാജരാക്കുന്നത്. ഓറിയൻ്റലിസ്റ്റുകളിൽ പലരും ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ വെളുപ്പിക്കാൻ ചരിത്രം എഴുതിയ ഓറിയൻ്റലിസ്റ്റുകളുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹം എനിക്ക് മറുപടി പറയുന്നത്. മറുപടി എനിക്കല്ല പറയുന്നത്, നെഹ്ജുൽ ബലാഗയ്ക്കാണ് മറുപടി പറയുന്നത്. അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ചു എന്നുള്ള വിവരം ഞാൻ ചൂണ്ടിക്കാണിച്ചത് നെഹ്ജുൽ ബലാഗ എന്ന പുസ്തകത്തിൽ നിന്നാണ്. പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് പുസ്തകം. ഇത് ഷിയാക്കളുടെ പുസ്തകമാണ്. ഇതിവിടെ സിമി എന്ന് പറയുന്ന നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വിദ്യാർത്ഥി സംഘടനക്കാർ ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേർപെട്ടു പോയ സമയത്ത് ഇവിടെ ഷിയായിസം പ്രചരിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രസിദ്ധീകരിച്ചതാണ്. സിമിക്കാർ പ്രസിദ്ധീകരിച്ചതാണ്. അവർ പ്രസിദ്ധീകരിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു വെച്ചതാണ് നെഹ്ജുൽ ബലാഗ. ഈ നെഹ്ജുൽ ബലാഗ അലിയുടെ ഹദീസുകളാണ്, ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിൽ ഇസ്ലാം ചരിത്ര സംഗ്രഹം എന്ന രീതിയിൽ ഇതിൻ്റെ ആമുഖമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ച കാര്യമുള്ളത്. അതിൻ്റെ പേജാണ് ഞാൻ അവിടെയും എൻ്റെ വീഡിയോയിലും കാണിച്ചത്. എന്നാൽ നിങ്ങൾ ഏതോ ഓറിയൻ്റലിസ്റ്റുകളുടെ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അവർ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിച്ചാൽ അങ്ങനെ സംഭവം ഉണ്ട് എന്ന് ഷിയാക്കൾ പറഞ്ഞത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഷിയാക്കൾ പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് സുന്നികൾ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? കാരണം സുന്നികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും ഖലീഫ ഉസ്മാനെ ഉമറിൻ്റെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുമാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. ഷിയാക്കൾ അവരെയൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള രേഖകൾ ഇവരുടെ പുസ്തകത്തിലുണ്ടാവും. ഇവർക്കെതിരായിട്ടുള്ള രേഖകളും സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കുന്ന രേഖകളുമായിരിക്കും സുന്നികളുടെ ചരിത്രത്തിലുണ്ടാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സുന്നി ചരിത്രം ആധികാരികവും ഷിയാ ചരിത്രവും തള്ളേണ്ടതും എന്ന ആ ഒരു നിലപാട് എനിക്കില്ല. ഞാനിത് രണ്ടും ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ ഇവർ രണ്ടു കൂട്ടരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഞാനെടുക്കും. അതെടുത്തിട്ട് രണ്ടും കൂടെ നോക്കുമ്പോഴാണ് അതിനകത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഫിത്നയിലൂടെ നമ്മൾ പറഞ്ഞത്. ഫിത്നയിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഞാൻ ഷിയാക്കളുടെ രേഖകൾ അവലംബിച്ചിട്ടുണ്ട്. കാരണം ഈ ഫാത്തിമയെ ചവിട്ടിക്കൊന്ന കാര്യമൊക്കെ ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് കിട്ടിയത്. അതൊന്നും സുന്നികൾ പറയില്ല, അതൊക്കെ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അബൂബക്കറിൻ്റെ മകനാണ് ഉസ്മാനെ കൊല്ലുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വേറെ വേറെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നോ ഓറിയൻ്റലിസ്റ്റുകളിൽ നിന്നോ അല്ല, യുക്തിവാദികളിൽ നിന്നോ അല്ല നമ്മൾ രേഖകൾ എടുത്തിട്ടുള്ളത്. എല്ലാം ഇസ്ലാമിലെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. തമ്മിലടിയുടെ ചരിത്രം പറയുമ്പോൾ അത് എടുക്കേണ്ടി വരില്ലേ? അതിന് നമ്മൾ എടുത്തതിൻ്റെ ആധികാരികതയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? നിങ്ങളുടെ രേഖകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവരാണ് ഷിയാക്കൾ. അവരെഴുതി വെച്ചതാണ് ഇതൊക്കെ. ഇനി ഈ അബീസർഹൻ്റെ സംഭവം കുർത്തുബിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ കുർത്തുബിയെ അല്ല ഉദ്ധരിച്ചത്. അങ്ങനെ കുർത്തുബിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ ക്രമപ്രശ്നം അത് കുർത്തുബിയെ ബോധ്യപ്പെടുത്തണ്ടേ, വാഹിദിയെ ബോധ്യപ്പെടുത്തണ്ടേ, ഈ ഹദീസിലെ സനദ് പറഞ്ഞിട്ടുള്ള ഈ ആൾക്കാരെ മുഴുവൻ ബോധ്യപ്പെടുത്തണ്ടേ, ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകാരന്മാരെ ബോധ്യപ്പെടുത്തണ്ടേ? അവർക്കൊന്നും ബോധ്യപ്പെടാത്തൊരു കാര്യം എന്നെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ കഴിയുക? വിശ്വാസികളെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുക? അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ച ഈ പണ്ഡിതന്മാരൊക്കെ പൊട്ടന്മാരാണെന്നും അവർക്ക് ഈ ആയത്തും ഹദീസും ഇറങ്ങിയ ഈ ആയത്തും സൂറത്തും ഇറങ്ങിയ ക്രമമൊന്നും അറിയില്ല എന്നുമാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ അവരൊക്കെ എഴുതി വെച്ച ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ ഖുർആൻ പഠിക്കുക, എങ്ങനെയാണ് നമ്മൾ ചരിത്രം പഠിക്കുക? ഇനി ഷിയാക്കളുടെ രേഖകളും ഷിയാക്കളുടെ പ്രമാണങ്ങളും ഒക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന ന്യായം എന്താണ്? ഷിയാക്കൾ അലി പടച്ചോനാണ് എന്ന് പറയുന്നവരാണ് എന്ന്. ഇതൊക്കെ വെറും ഫാലസിയാണ്. അലി പടച്ചോനാണെന്ന് ഏതെങ്കിലും ഒരു ഷിയ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഷിയാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം പറയുന്ന എല്ലാം തെറ്റാണ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ മുനാഫിക്കുകളാണ് എന്ന് ഷിയാക്കൾ പറയുന്നുണ്ട്. ഈ ഉമറും ഉസ്മാനും അബൂബക്കറൊക്കെ മുനാഫിക്കുകളാണെന്ന് ഷിയാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മുനാഫിക്കുകളാണ് എന്ന് ഇവർ പറയുമ്പോൾ അതിനെ മുഖവിലൊക്കെ എടുക്കുകയാണ് വെച്ചാൽ അവരുടെയൊക്കെ ഇസ്ലാമും അവരുണ്ടാക്കിയ ഇസ്ലാമും തെറ്റാണെന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? അങ്ങനെയല്ലല്ലോ. ഒരു കൂട്ടർ പറയുന്ന എന്തെങ്കിലും ഒരു വിഭാഗത്തിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് ആ വിഭാഗം പറയുന്നത് മൊത്തം തെറ്റാവുന്നത് എങ്ങനെ? ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അലി പടച്ചോനാണോ പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം.
അലി ഖലീഫയാകണം, ഒന്നാമത്തെ ഖലീഫയായി അലിയാണ് വരേണ്ടിയിരുന്നത് എന്നതിൻ്റെ ന്യായങ്ങളാണ് അവർ പറയുന്നത്. നബി തന്നെ അലിയുടെ പേര് ഖലീഫയായി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നബി ഹജ്ജത്തുൽ വദാഇൽ വരെ അലിയുടെ കൈ പിടിച്ച് പൊക്കിക്കൊണ്ട് അലി നിങ്ങളുടെ ഖലീഫ ആയിരിക്കും എന്ന രീതിയിൽ സൂചന നൽകിയിട്ടുണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. മാത്രമല്ല, നബി മരിക്കുന്നതിൻ്റെ തലേ ദിവസം കടലാസും പേനയും കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഉമർ തടഞ്ഞു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അലിയെ അടുത്ത ഖലീഫയായി നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കടലാസും പേനയും ചോദിച്ചത്, അത് മനസ്സിലാക്കിയിട്ടാണ് ഉമർ തടഞ്ഞത് എന്നാണ് ഷിയാക്കളുടെ വാദം. അത് സത്യമാണെങ്കിൽ അവിടെ നടന്നത് വലിയൊരു അട്ടിമറിയും ചതിയുമല്ലേ നടന്നത്? ഒന്നാം ഖലീഫയായിട്ട് അബൂബക്കറിനെ വാഴിച്ചത് തന്നെ ഇസ്ലാമിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് എന്ന് പറയേണ്ടി വരില്ലേ? കാരണം അലിയും അലിയിലൂടെ വരുന്ന മുഹമ്മദിൻ്റെ പാരമ്പര്യവുമാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരികളായി വരേണ്ടത് എന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടന്നു എന്നാണ് പറയേണ്ടത്. ഇസ്ലാമിൽ കുടുംബവാഴ്ചയില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വേറൊരു വാദം. ഇസ്ലാമിൽ കുടുംബവാഴ്ചയെ ഉള്ളൂ എന്നുള്ളതാണ് ചരിത്രവും ഹദീസും ഒക്കെ തെളിയിക്കുന്നത്. എന്തേ അൻസാറുകളിൽ ഒരാളെ പോലും ഭരണാധികാരികളാക്കാനോ എന്തെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് കൊണ്ടുവരാനോ മുഹമ്മദിന് ശേഷമുള്ളവരോ ശ്രമിക്കാതിരുന്നത്? കാരണം മുഹമ്മദിൻ്റെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ ഭരണം എന്ന് മുഹമ്മദ് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ തെളിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഖുറൈശികൾക്കും അതിൽ തന്നെ മുഹമ്മദിൻ്റെ കുടുംബത്തിനുമാണ് അതിനുള്ള അവകാശമെന്ന്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദിൻ്റെ കുടുംബത്തെ അബൂ സുഫിയാൻ്റെ മക്കൾ വേറെ അറുത്ത് കളഞ്ഞത്. എന്നിട്ട് അബൂ സുഫിയാനും കൂട്ടരും ഇസ്ലാമിനെ ഹൈജാക്ക് ചെയ്തത്. ആ അബൂ സുഫിയാൻ ഉണ്ടാക്കിയ ഇസ്ലാമാണ് ഇന്ന് സുന്നി എന്നും പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ഭൂരിപക്ഷ ഇസ്ലാം. നബിയുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഇസ്ലാം അപ്പുറത്ത് കിടക്കുന്ന ഷിയാ ഇസ്ലാമാണ്. ഷിയായിസവും അലിയും തമ്മിലൊരു ബന്ധമില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ അലിയെ മാത്രം വെളുപ്പിച്ചെടുത്തിട്ട് ഷിയാക്കളെ മൊത്തം കുറ്റപ്പെടുത്തുക എന്നുള്ളത് സുന്നികളുടെ ഒരു രീതിശാസ്ത്രമാണ്. അതൊന്നും ചരിത്രപരമായി ശരിയാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം അലിയെ തള്ളിക്കളഞ്ഞാൽ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകും എന്നതുകൊണ്ടാണ് അലി ചെയ്ത തെറ്റുകളെല്ലാം ഈ സുന്നി ചരിത്രകാരന്മാർ മറച്ചു വെക്കുന്നത്. പകരം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അലിയും ഫാത്തിമയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അലി ഖലീഫ അബൂബക്കറിനെ ബയ്യത്ത് ചെയ്തിട്ട് പോലും ഇല്ല എന്നാണ് സത്യം. എന്നിട്ട് പിന്നെ എപ്പോഴോ ഒരു കാലത്ത് ബയ്യത്ത് ചെയ്തു എന്ന് നുണ എഴുതി വെക്കുകയാണ് സുന്നികൾ ചെയ്തിട്ടുള്ളത്. ബയ്യത്ത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബയ്യത്ത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഉമറും കൂട്ടരും പോയിട്ട് അലിയുടെ വീട് ആക്രമിക്കുന്നത്. ആ ആക്രമത്തിലാണ് ഫാത്തിമ കൊല്ലപ്പെടുന്നത്. പിന്നെ വീണത് വിദ്യയാക്കുന്ന മറ്റൊരു സൂത്രം കൂടി ഇദ്ദേഹം അവിടെ പ്രയോഗിച്ചു. അത് എൻ്റെ ഒരു പ്രധാന ആരോപണത്തിലുള്ള മറുപടിയാണ്. എന്തുകൊണ്ടാണ് നബി മരിച്ചാൽ ആയിഷയെ വേറെ ആരും കെട്ടരുത് എന്ന് ആയത്തിറക്കിയ അള്ളാഹു നബി മരിച്ചാൽ ഖലീഫമാരെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് ആയത്തിറക്കാതിരുന്നത് എന്ന് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ആയത്തുമില്ല, ഹദീസുമില്ല. എങ്ങനെയാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ടത്? ആരായിരിക്കണം ഖലീഫ? ഇനി ഒരു ഖലീഫയുടെ പേര് നിർദ്ദേശിച്ചില്ലെങ്കിൽ തന്നെ ഒരു മാനദണ്ഡമെങ്കിലും നിർദ്ദേശിച്ചു പോകണ്ടേ? ഒരു സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതെന്തേ അള്ളാഹു ആയത്തിറക്കാൻ മറന്നുപോയത്? നബി എന്തേ അത് ഹദീസിറക്കി പറയാൻ മറന്നുപോയത്? നബിയുടെ സ്വന്തം കാര്യം, നബിയുടെ സ്വന്തം കുടുംബകാര്യം, ഭാര്യമാരെ വേറെ ആരും കെട്ടരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങൾ, അവരുടെയൊക്കെ ജീവിതകാലം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസക്തിയുമില്ലാത്ത ഇത്തരം സ്വകാര്യ കാര്യങ്ങൾ വരെ മരിക്കുന്നതിന് മുമ്പ് ആയത്തിറക്കിപ്പോയ അള്ളാഹുവും റസൂലും നബി മരിച്ചാൽ ആര് ഭരണാധികാരി ആവണമെന്നോ എങ്ങനെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കണമെന്നോ ആ തിരഞ്ഞെടുപ്പിൽ എന്ത് മാനദണ്ഡം പാലിക്കണമെന്നോ എന്തുകൊണ്ട് നിർദ്ദേശിച്ചില്ല? ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമല്ലേ? വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമല്ലേ? മനുഷ്യൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ പരസ്പരം വെട്ടി മരിച്ചിട്ടുള്ളതും യുദ്ധം ചെയ്തിട്ടുള്ളതും ഇന്നും തീരാത്ത പല സംഘർഷങ്ങൾക്കും കാരണമായിട്ടുള്ളതും ഈ അധികാരമാർക്ക് എന്നതിൻ്റെ പേരിലുള്ള തർക്കമാണ്. ഒരു പടച്ചോൻ മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ഒരു പുസ്തകം കൊടുത്തയക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവർത്തിച്ച്, ഏറ്റവും വലുതാക്കി പറയേണ്ട ഒരു കാര്യമല്ലേ അത്? ഭരണാധികാരം ആർക്ക്, എങ്ങനെ, എന്ത് മാനദണ്ഡം എന്ന സുപ്രധാനമായ പ്രശ്നം. അത് പറയാതിരുന്നതിന് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ വീണത് വിദ്യ എന്നോണം പറയുന്ന ഒരു ന്യായീകരണം ഇദ്ദേഹവും അവിടെ പറയുകയുണ്ടായി. അങ്ങനെ പറയാതെ പോയത് മനുഷ്യർ അതിനൊരു ന്യായം, അതിനൊരു മാർഗം കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ്. ഇസ്ലാം ആകെ പൊളിഞ്ഞു ഈ ഒരൊറ്റ വാദത്തിൻ്റെ മുമ്പിൽ.
എങ്ങനെ ഇസ്ലാം പൊളിയുന്നത്? മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ യുക്തി വളരെ പരിമിതമാണ്. അതുകൊണ്ടാണ് വഹിയിറക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് എന്നാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തം പൊളിഞ്ഞില്ലേ ഇങ്ങനെ പറയുമ്പോൾ? മനുഷ്യർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും സങ്കീർണതയുള്ളൊരു വിഷയം മനുഷ്യൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയും നിസ്സാരമായിട്ടുള്ള കക്കൂസ് പോകുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം എന്ന് പറയുന്നത് പോലെയല്ല, മൂത്രമൊഴിച്ചാൽ എത്ര കല്ലുകൊണ്ട് മുട്ടണം എന്ന് പറയുന്നത് പോലുള്ള നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വഹിയും ഹദീസും ഇറക്കിയിട്ട് പഠിപ്പിക്കുകയും പ്രവാചകനെ അയച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്ത ഒരു പടച്ചോൻ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക എന്ന അതിസങ്കീർണമായിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഈ ബുദ്ധിക്ക് പരിമിതിയുള്ള മനുഷ്യനെ ഏൽപ്പിച്ചു, എന്നിട്ട് വഹിയിറക്കി തന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആകെ പൊളിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൻ്റെ സിദ്ധാന്തം തന്നെ പൊളിയാണ് അവിടെ. നിങ്ങൾ ഈ മടക്കനമ്മ ചവിട്ടും പോലെ ഓരോന്നും നന്നാക്കാൻ വേണ്ടിയിട്ട് ചവിട്ടുമ്പോൾ മറുഭാഗം ഒന്നായിട്ട് പൊന്തുകയാണ്. ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഒരു ന്യായം പറയുമ്പോൾ മറ്റേ ഭാഗത്ത് ഇസ്ലാം ഒന്നായിട്ട് പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്, ചീട്ടുകൊട്ടാരം പോലെ. അതുപോലെ പൊളിയുന്ന വാദമാണിത്. മനുഷ്യർക്ക് സ്വന്തമായി യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ട്, മനുഷ്യൻ്റെ യുക്തിക്ക് കാര്യങ്ങൾ ഒന്നും നിർണ്ണയിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം വഹിയായിട്ട് ജിബ്രീലിൻ്റെ അടുത്ത് കൊടുത്തയച്ചു എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് നിർദ്ദേശിക്കാതിരുന്നത് അത് മനുഷ്യന്മാർ ആലോചിച്ച് കാലത്തിനനുസരിച്ച് കണ്ടുപിടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും അതുപോരെ. കക്കൂസ് പോയാൽ എന്ത് ചെയ്യണം എന്നറിയാൻ ഓരോ കാലത്തും ആ കാലത്തുള്ള സൗകര്യത്തിനനുസരിച്ച് മനുഷ്യൻ ചെയ്തോളൂലേ. ടിഷ്യൂ പേപ്പർ കണ്ടുപിടിച്ചാൽ പിന്നെ കല്ലെടുത്ത് മുട്ടണ്ടല്ലോ. അതൊക്കെ എന്തിനാണ് നബി പഠിപ്പിച്ചത്? അതൊക്കെ മനുഷ്യൻ്റെ യുക്തിക്കനുസരിച്ച് മനുഷ്യന് ഓരോ കാലത്തിനനുസരിച്ച് കണ്ടുപിടിച്ചോളൂലേ. ഏത് കാര്യമാണ് മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത? ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരു വിഷയം മനുഷ്യൻ്റെ യുക്തി കൊണ്ട് പരിഹരിക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് വഹി? മനുഷ്യൻ പോരെ, മനുഷ്യൻ്റെ യുക്തി പോരെ? അവിടെ മനുഷ്യൻ്റെ യുക്തിക്ക് എന്ത് പരിമിതിയാണുള്ളത്? ഇസ്ലാം പഠിപ്പിച്ച ഏത് കാര്യമാണ് മനുഷ്യന് യുക്തി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളത്? അപ്പോൾ ഈ പറയുന്നതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഇതിന് മനുഷ്യൻ പരിഹാരം കണ്ടെത്തിയല്ലോ. ഇന്ന് മനുഷ്യൻ പരിഹാരം കണ്ടെത്തി. നിലവിലുള്ള പരിഹാര മാർഗങ്ങളിൽ ഏറ്റവും മികച്ച പരിഹാര മാർഗമാണ് ജനാധിപത്യം. ഇന്ന് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എല്ലായിടത്തും ഇന്ന് അതാണ് നടപ്പിലാക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. നിശ്ചിത കാലത്തേക്ക് ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു. ജനങ്ങളുടെ പ്രതിനിധികൾ കൂട്ടായി ചർച്ച ചെയ്തിട്ട് ജനാധിപത്യത്തിലൂടെ കാര്യങ്ങൾ നടത്തുന്നു. ആ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചിട്ട് വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. ജനാധിപത്യം. അതെന്തേ അള്ളാഹു കിതാബ് ഇറക്കി പറഞ്ഞു കൊടുക്കാതിരുന്നത്? എന്നിട്ട് ആദ്യത്തെ ഖലീഫമാരെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കാൻ വ്യത്യസ്തമായ രീതികളാണ് അവലംബിച്ചത്. ആ രീതികൾ എത്രത്തോളം പ്രാകൃതവും അശാസ്ത്രീയവും ക്രൂരവും മനുഷ്യത്വഹീനവുമാണ് എന്നാണ് ഞാൻ ഫിത്ന എന്ന വിഷയാവതരണത്തിൽ അവിടെ പറഞ്ഞത്. ഖലീഫ ഉസ്മാനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉമർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളും നിർദ്ദേശിച്ച ആ 6 പേരും തമ്മിലടിച്ചിട്ടാണ് അതിൽ 4 പേരും മരിച്ചത് എന്നതാണ് പിന്നീട് ചരിത്രം. ആ നിർദ്ദേശിച്ച മാനദണ്ഡം എന്തായിരുന്നു? 4 ആൾ ഒരാളെ തിരഞ്ഞെടുത്ത് 2 ആൾ അതിനെ എതിർത്താൽ 2 ആളെ കൊല്ലണം എന്നാണ് അതിലെ മാനദണ്ഡം എഴുതി വെച്ചിട്ടുള്ളത്. 5 ആൾ ഒരാളെ പറഞ്ഞിട്ട് ഒരാളതിനെ എതിർത്താൽ ആ ഒരാൾ അപ്പം തന്നെ കൊല്ലണം എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആരെയാ കൊല്ലണം എന്ന് പറയുന്നത്? ഖലീഫയാവാൻ യോഗ്യതയുള്ള 6 പേരെ നിർദ്ദേശിച്ചിട്ട് ആ 6-ൽ നിന്ന് എല്ലാവരും 6 പേരും കൂടെ ചേർന്നിട്ട് ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ട് 5 ആൾ ഒരാളെ നിശ്ചയിച്ചതിന് ശേഷം ഒരാളെ എതിർത്താൽ അയാളെ കൊല്ലണം എന്ന് നിർദ്ദേശിക്കുന്ന ജനാധിപത്യമാണ് അള്ളാഹൻ്റെ മതത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഉസ്മാനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 3-3 ആയതുകൊണ്ടാണ് ആരും കൊല്ലപ്പെടാതിരുന്നത്. പക്ഷേ എന്നിട്ടും ആ 3 അല്ല 4 പേരും കൊല്ലപ്പെട്ടു. അതാണ് ചരിത്രം. അങ്ങനെ മനുഷ്യരെ അധികാരത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന ഒരു ഏടാകൂടെ ഉണ്ടാക്കി വെച്ചിട്ടാണോ ഒരു പടച്ചോൻ അന്ത്യദൂതനെയും കിതാബിനെയും ഉണ്ടാക്കി പറഞ്ഞേക്കുക? ആ പ്രശ്നത്തിന് പരിഹാരം ഈ കിതാബിലൂടെ ഉണ്ടാക്കേണ്ടിയിരുന്നില്ലേ? ജനാധിപത്യം, കൃത്യമായ ജനാധിപത്യം, കുറ്റമറ്റ ജനാധിപത്യ രീതി എന്തുകൊണ്ട് അള്ളാഹിൻ്റെ കിതാബിൽ വന്നില്ല? എന്തുകൊണ്ട് നബിയുടെ ഹദീസിൽ കണ്ടില്ല? അതിനൊക്കെ ഇദ്ദേഹം പറയുന്ന ഉത്തരം ആ കാലത്ത് അങ്ങനെയൊക്കെ നടക്കുള്ളായിരുന്നു എന്നാണ്. അവിടെയും പൊളിഞ്ഞു ഇസ്ലാം. ആ കാലത്ത് അങ്ങനെയൊക്കെ നടക്കുള്ളായിരുന്നെങ്കിൽ ഈ കാലത്ത് ഈ സാധനം വേണ്ട എന്നാണ് നമ്മൾ വിശ്വാസികളോട് പറയുന്നത്.
അത് പറയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ കാലത്ത് ഈ കാലഹരണപ്പെട്ട ജീർണിച്ച ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യരിങ്ങനെ തമ്മിലടിക്കേണ്ട കാര്യമില്ല എന്ന് ഈ വിശ്വാസിക്കൂട്ടത്തോട് പറയാൻ വേണ്ടി തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നത്. അത് പറയുമ്പോൾ ഇതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളും പൊട്ടത്തരങ്ങളും ഇതുപോലുള്ള പൊള്ളത്തരങ്ങളും എല്ലാം നമ്മൾ തുറന്ന് പറയും. അതിനാവശ്യമായ രേഖകൾ ഏത് കിതാബിൽ നിന്ന് കിട്ടിയാലും നമ്മൾ എടുക്കും. അത് ഓറിയൻ്റലിസ്റ്റ് കിതാബെന്നോ യുക്തിവാദികളുടെ കിതാബെന്നോ ഒന്നും അല്ല എടുക്കുക, ഇസ്ലാമിൻ്റെ കിതാബിൽ നിന്ന് തന്നെ എടുക്കും. പക്ഷേ ഇസ്ലാമിൻ്റെ എല്ലാ അവാന്തര വിഭാഗങ്ങളുടെയും കിതാബുകളിൽ നിന്ന് എടുക്കേണ്ടി വരും. കാരണം അവർ തമ്മിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇസ്ലാമിൻ്റെ ചരിത്രമായിട്ട് കിടക്കുന്നത്. ആ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള രേഖകളും പരിശോധിക്കേണ്ടി വരും. അതിൽ നിന്ന് നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കും. സ്വാഭാവികമാണ്. ആ പണി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ പണി ചെയ്യുന്നത് കൊണ്ടും നുണ പറയുന്നത് കൊണ്ടും വെളുപ്പിക്കുന്നത് കൊണ്ടും കള്ളത്തരം ചെയ്യുന്നത് കൊണ്ടുമാണ് നിങ്ങൾ പറയുന്നതല്ല ഇതിനൊരു മറുവശം കൂടി ഉണ്ട് എന്ന് നമ്മളും തുറന്ന് കാണിക്കേണ്ടി വരുന്നത്. അത് തുറന്ന് കാണിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ആയത്തുകളും ഹദീസുകളും രേഖകളും ഒക്കെ എടുത്ത് കാണിക്കേണ്ടി വരുന്നത്. ഏതായാലും ഞാൻ അവതരിപ്പിച്ച ഒരു വിഷയത്തിന് മറുപടി പറയാൻ വേണ്ടി മാത്രം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിന് ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവ് മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് ആ വിഷയബന്ധിതമായിട്ടുള്ള മറുപടികളാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ മറുപടി പറയാൻ വന്ന ജമാഅത്ത് സുഹൃത്ത് ഞാൻ എന്ത് വിഷയമാണോ കേന്ദ്ര ആശയമായിട്ട് അവിടെ അവതരിപ്പിച്ചത് അതിനെക്കുറിച്ച് മിണ്ടിയതേയില്ല. പ്രവാചകൻ്റെ പുത്രിയെ ഖലീഫ ഉമർ ചവിട്ടിക്കൊന്നു എന്ന വിവരം ഞാൻ അവിടെ പറഞ്ഞു. ഒരക്ഷരം ഇദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അലിയും ആയിഷയും തമ്മിൽ നടന്ന യുദ്ധത്തിലാണ് തൽഹത്തും സുബൈറും അടക്കമുള്ള നബി സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്ത ആളുകൾ മരിച്ചത് എന്ന് ഞാനവിടെ പറഞ്ഞു. ഇദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഉസ്മാനെ കൊല്ലാൻ തല പിടിച്ചു കൊടുത്തത് അബൂബക്കറിൻ്റെ മകനാണ് എന്ന് ഞാനവിടെ പറഞ്ഞു. ഇദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അലി നിസ്കരിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യുമ്പോഴാണ് വാളെടുത്ത് ഒരു മുസ്ലിം പോയിട്ട് വെട്ടിയത് എന്ന് ഞാനവിടെ പറഞ്ഞു. ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അബൂ സുഫിയാൻ്റെ മക്കളാണ് അലിയെയും അലിയുടെ മക്കളെയും മുഴുവൻ അതിദാരുണമായി കൊല ചെയ്തത് എന്ന ചരിത്രം ഞാനവിടെ പറഞ്ഞു. ഇദ്ദേഹം അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. അപ്പോൾ പ്രവാചകൻ്റെ കുടുംബ പരമ്പരയെ തന്നെ വേരറുത്തുകൊണ്ട് മുആവിയയും യസീദും അവരുടെ സാമ്രാജ്യം പണിതുയർത്തി എന്ന ഇസ്ലാമിക ചരിത്ര യാഥാർത്ഥ്യത്തെ ഞാനവിടെ തുറന്നു കാണിച്ചു. ഇസ്ലാമിന് അകത്തുള്ള ഫിത്നയുടെ ചരിത്രമാണ് ഞാനവിടെ പറഞ്ഞത്. അങ്ങനെ നബി സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുത്ത 10 പേരുടെ ലിസ്റ്റ് കാണിച്ചുകൊണ്ട് ആ 10 പേരിൽ ബഹുഭൂരിപക്ഷം പേരും തമ്മിലടിച്ചാണ് മരിച്ചത് എന്നും അവരൊക്കെ നബിയുടെ തന്നെ ഒരു ഹദീസ് അനുസരിച്ച് നരകത്തിലാണ് പോവുക എന്നും ഞാനവിടെ പറഞ്ഞു. ഒരക്ഷരം ഇദ്ദേഹം മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഫിത്ന എന്ന പേരിൽ ഞാനവിടെ അവതരിപ്പിച്ച പ്രധാന വിഷയങ്ങളിൽ ഒന്നിനെപ്പോലും ടച്ച് ചെയ്യാതെ ആമുഖമായി പറഞ്ഞതും ആനുഷംഗികമായി പറഞ്ഞതുമായിട്ടുള്ള ചില പൊട്ടും പൊടിയൊക്കെ എടുത്തിട്ട് കുറേ നുണയും ചേർത്ത് കുറേ കുരുട്ടു തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ മറുപടി എന്ന മട്ടിൽ പറഞ്ഞ് അമ്മായിയും കുടിച്ചു പാക്കഞ്ഞി എന്ന മട്ടിൽ ഞങ്ങളും പറഞ്ഞു യുക്തിവാദികൾക്ക് മറുപടി എന്ന് വരുത്തി തീർത്ത് വിശ്വാസികളായ ഓഡിയൻസിനെ കബളിപ്പിക്കുകയാണ് ഈ ജമാഅത്ത് സുഹൃത്ത് അവിടെ ചെയ്തത്. ഏതായാലും അത്രയെങ്കിലും ചെയ്തു എന്നതിൽ സന്തോഷമുണ്ട്. നമുക്ക് ഈ രീതിയിൽ തന്നെ സംവാദങ്ങൾ തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു.